പെൺകുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസവും വിവാഹവും സാമ്പത്തിക പ്രതിസന്ധികളില്ലാതെ നടത്താൻ മാതാപിതാക്കളെ സഹായിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ രൂപം നൽകിയ പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന SSY. കുറഞ്ഞ നിക്ഷേപത്തിൽ മികച്ച ലാഭം നൽകുന്ന ഈ പദ്ധതിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയുടെ പറയുന്നത്. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയുടെ ഭാഗമായാണ് ഇത് തുടങ്ങിയത്. 10 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളുടെ പേരിൽ മാതാപിതാക്കൾക്ക് ഈ അക്കൗണ്ട് തുടങ്ങാം. ഒരു കുടുംബത്തിൽ 2 പെൺകുട്ടികൾക്ക് വരെ ഈ ആനുകൂല്യം ലഭിക്കും. അടുത്തുള്ള പോസ്റ്റ് ഓഫീസിലോ പൊതുമേഖലാ ബാങ്കുകളിലും SBI, PNB തുടങ്ങിയവയിൽ സ്വകാര്യ ബാങ്കുകളിലോ പോയി നിങ്ങൾക്ക് അക്കൗണ്ട് ആരംഭിക്കാവുന്നതാണ്. അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനായി പെൺകുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, രക്ഷിതാവിന്റെ ആധാർ കാർഡ്, പാൻ കാർഡ്, ഫോട്ടോ എന്നീ രേഖകളാണ് ആവശ്യമായി വരുന്നത്. മറ്റ് സമ്പാദ്യ പദ്ധതികളെ അപേക്ഷിച്ച് സുകന്യ സമൃദ്ധി യോജനയ്ക്ക് ഉയർന്ന പലിശ നിരക്കാണ് ലഭിക്കുന്നത്. നിലവിൽ ഏകദേശം 8.2% പലിശ നിരക്ക് ലഭിക്കുന്നുണ്ട്. ഇതൊരു കേന്ദ്ര സർക്കാർ പദ്ധതി ആയതുകൊണ്ട് നിങ്ങളുടെ പണം 100% സുരക്ഷിതമായിരിക്കും. ആദായനികുതി നിയമത്തിലെ സെക്ഷൻ 80C പ്രകാരം നിക്ഷേപിക്കുന്ന തുകയ്ക്ക് നികുതി ഇളവ് ലഭിക്കും. കൂടാതെ പലിശയ്ക്കും കാലാവധി പൂർത്തിയാകുമ്പോൾ ലഭിക്കുന്ന തുകയ്ക്കും നികുതി നൽകേണ്ടതില്ല. എത്ര രൂപയാണ് ഇതിൽ നിക്ഷേപിക്കേണ്ടതെന്ന് നോക്കാം. ഒരു വർഷത്തിൽ മിനിമം 250 രൂപയും പരമാവധി 1.5 ലക്ഷം രൂപ വരെയാണ് വർഷം നിക്ഷേപിക്കാൻ സാധിക്കുന്നത്. മാസം തോറുമോ അല്ലെങ്കിൽ ഒറ്റത്തവണയായോ പണമടയ്ക്കാം. സുകന്യ സമൃദ്ധി യോജനയുടെ കാലാവധി 21 വർഷമാണ്. അക്കൗണ്ട് തുടങ്ങിയാൽ 15 വർഷം പണമടയ്ക്കണം. ബാക്കി 6 വർഷം നിക്ഷേപം നടത്താതെ തന്നെ പലിശ ലഭിച്ചുകൊണ്ടിരിക്കും. അക്കൗണ്ട് ആരംഭിച്ച് 21 വർഷം തികയുമ്പോൾ നിങ്ങൾക്ക് മുഴുവൻ തുകയും പലിശയും ചേർത്ത് പിൻവലിക്കാവുന്നതാണ്. പെൺകുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയാകുകയോ 10ാം ക്ലാസ് പാസ്സാവുകയോ ചെയ്താൽ ഉപരിപഠന ആവശ്യങ്ങൾക്കായി അക്കൗണ്ടിലുള്ള തുകയുടെ 50% പിൻവലിക്കാം. പെൺകുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയായ ശേഷം വിവാഹം നടക്കുകയാണെങ്കിൽ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് മുഴുവൻ തുകയും പിൻവലിക്കാവുന്നതാണ്. വിവാഹത്തിന് 1 മാസം മുൻപോ 3 മാസത്തിന് ശേഷമോ അപേക്ഷിക്കണം. പ്രതിമാസം 1.5 ലക്ഷം രൂപയാണ് അടയ്ക്കുന്നതെങ്കിൽ ഇതിനായി നമ്മൾ മാറ്റിവെക്കേണ്ടത് മാസം ഏകദേശം 12,500 രൂപയാണ്. ഇങ്ങനെ തുടർച്ചയായി 15 വർഷം നമ്മൾ നിക്ഷേപം നടത്തുമ്പോൾ ആകെ നിക്ഷേപം 15 വർഷം കൊണ്ട് നമ്മൾ ബാങ്കിൽ അടയ്ക്കുന്ന ആകെ തുക 22,50,000 രൂപയാണ്. നമ്മൾ അടച്ച പണത്തിനുമേൽ ഏകദേശം 46,77,000 രൂപയോളം പലിശയായി മാത്രം നമുക്ക് ലഭിക്കും. നിക്ഷേപം തുടങ്ങി 21ാം വർഷം എത്തുമ്പോൾ നമ്മുടെ കയ്യിൽ ആകെ ലഭിക്കുന്നത് ഏകദേശം 69,27,000 രൂപയായിരിക്കും. വെറും 22 ലക്ഷം രൂപയിൽ നിന്ന് ഏകദേശം 70 ലക്ഷത്തിനടുത്ത് ഈയൊരു പദ്ധതിയിലൂടെ നമുക്ക് ലഭിക്കുന്നു. ഇവിടെ കൊടുത്തിരിക്കുന്ന ചാർട്ടിൽ നിന്നും ഏറ്റവും കുറഞ്ഞ തുകയായ 250 രൂപ മുതൽ അടയ്ക്കുമ്പോൾ ലഭിക്കുന്ന പലിശയുടെ വിവരങ്ങൾ നോക്കി മനസ്സിലാക്കാവുന്നതാണ്. സർക്കാർ ഓരോ 3 മാസം കൂടുമ്പോഴും പലിശ നിരക്കിൽ മാറ്റം വരുത്താറുണ്ട്. അതിനാൽ മുകളിൽ പറഞ്ഞ തുകയിൽ ചെറിയ മാറ്റങ്ങൾ വരാം. ഓരോ മാസവും 1-ാം തീയതിക്കും 5-ാം തീയതിക്കും ഇടയിൽ പണം നിക്ഷേപിക്കാൻ ശ്രമിക്കുക. ആ മാസത്തെ പലിശ പൂർണ്ണമായി ലഭിക്കാൻ ഇത് സഹായിക്കും. അപ്പോൾ വൈകിക്കണ്ട. നിങ്ങളുടെ മകളുടെ ഭാവിക്കായി ഇന്ന് തന്നെ ഈ കുഞ്ഞു സമ്പാദ്യം തുടങ്ങിക്കോളൂ. ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മക്കളുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്യുക.